ിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം നേരാണ്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ നാലാമത്തെ പാർട്ടായിട്ടുള്ള പേടിഎം വഴി എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബില്ലും കാര്യങ്ങളും അടയ്ക്കുന്നതെന്നാണ്. നമുക്കെന്നാൽ നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് എങ്ങനെയാണ് പേടിഎം വഴി നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കുന്നതെന്നാണ്. നമുക്ക് സ്ക്രോൾ ചെയ്ത് റീചാർജ് ആൻഡ് ബില്ലിസിലോട്ട് പോകാം. ഇലക്ട്രിസിറ്റി ബില്ല് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിനുശേഷം നമ്മുടെ കൺസ്യൂമർ നമ്പറും കാര്യങ്ങളും കൊടുക്കാനാണ് പറയുന്നത്. ആഡ് എ ന്യൂ, നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ന്യൂ ബിൽസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ സെർച്ച് ചെയ്യുക കേരളയാണ്. അപ്പോൾ കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഈ ഓപ്ഷൻ വരുന്നതാണ്. ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂമർ നമ്പർ കൊടുക്കാനായിരിക്കും കാണുന്നത്. കൺസ്യൂമർ നമ്പർ കൊടുത്തതിന് ശേഷം കാണാം. കൺസ്യൂമർ നമ്പർ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുക. കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുമ്പം നമ്മുടെ ബില്ലും ഡേറ്റും എല്ലാം കൃത്യമായി കാണിക്കുന്നുണ്ടെന്ന് നോക്കുക കേട്ടോ. ബിൽ നമ്പർ എന്നാണുള്ളത്. അതിനുശേഷം നമ്മൾ കറക്റ്റ് എന്താണ് വ്യൂ ഡേറ്റ് പിന്നെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആരുടെ പേരിലാണ് നമ്മുടെ കണക്ഷനും കാര്യങ്ങളും ഒന്ന് അറിയാൻ കഴിയും. അത് കൺഫേം ചെയ്യാൻ വേണ്ടി കേട്ടോ. അതിനുശേഷം പ്രൊസീഡ് ആൻഡ് സെക്യൂരിറ്റി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണത്തില്ല, സെക്യൂരിറ്റി റീസൺ വെച്ച് കണ്ടിന്യൂ 437 കറണ്ട് ബില്ല് വരുന്നത്. ജസ്റ്റ് സെക്യൂരിറ്റിയുടെ പ്രോസസ്സിങ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പിന്നും കാര്യങ്ങളും അടിച്ചു കൊടുക്കുക. അങ്ങനെ പിന്നും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റിങ്ങിനായിട്ട് ബില്ല് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കൺഫേമും കാര്യങ്ങളും ആയിട്ടുണ്ട്. ബില്ലും കാര്യങ്ങളും സക്സസ്ഫുള്ളി അടച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ പേടിഎം വഴി കറണ്ട് ബില്ലും കാര്യങ്ങളും അടയ്ക്കുന്നത്? വെറും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിങ്ങനെ അക്ഷയയിലും പോയി, അതായത് അതിൻ്റെ ഓഫീസിലൊക്കെ പോയി ഇനി കറണ്ട് ബില്ല് അടയ്ക്കാതെ പേടിഎം വഴി ഇങ്ങനെയാണ് കറണ്ട് ബില്ലും കാര്യങ്ങളും അടയ്ക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പേടിഎം വഴി എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബില്ലും കാര്യങ്ങളും ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും കൊടുത്തപ്പോൾ 2 ഐഡിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഫീഷ്യലും എൻ്റെ പേഴ്സണൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഒന്ന് ഫോളോയും കൂടെ ചെയ്യണം കേട്ടോ ഇൻസ്റ്റാഗ്രാം. വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യുക. വീഡിയോസും കാര്യങ്ങളും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ വരുന്നുണ്ട് വരെ നിങ്ങളുടെ സ്വന്തം നിതിൻ. ബൈ.